സാർ ഇപ്പോൾ ഹൈവേ ഒക്കെ വീതി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് പലരുടെയും സ്ഥലം ഗവൺമെൻറ് എടുത്ത് പോകാറുണ്ട്. അപ്പോൾ അത്തരം കമ്പൽസറി അക്വിസിഷൻസിനൊക്കെ എന്താണ് ടാക്സ് ഇംപ്ലിക്കേഷൻസ്? നമ്മളുടെ ഇപ്പോഴത്തെ നാഷണൽ ഹൈവേ 66ന്റെ വൈഡനിങ്ങായി സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർക്ക് വലിയ കോമ്പൻസേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഈ കോമ്പൻസേഷൻ ടാക്സബിൾ ആണോ ഇല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. പല ആളുകൾക്കും മുമ്പ് NH47 വൈഡനിങ്ങിന്റെ സമയത്ത് ഇതേപോലെ നോട്ടീസുകൾ വന്നിട്ട് ഇഷ്യൂ ഉണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് 2013 റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് എനാക്ട് ചെയ്തിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് എന്തിനായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും. നാഷണൽ ഹൈവേ അതേപോലെ നമുക്ക് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്രോജക്റ്റുകൾക്കൊക്കെ സ്ഥലം വിട്ടുകൊടുക്കാൻ, നാഷണൽ എന്ന് മാത്രമല്ല സ്റ്റേറ്റ് ഇമ്പോർട്ടൻസ് ഉള്ള പ്രോജക്റ്റുകൾക്കും സ്ഥലം വിട്ടുകൊടുക്കാൻ ഭയങ്കര റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നല്ല കോമ്പൻസേഷൻ കൊടുക്കുന്നതോടുകൂടി തന്നെ ഇൻകം ടാക്സിൽ നിന്ന് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അത് ആ സ്പെസിഫിക് ആക്ടിൽ തന്നെയാണ്, 2013 ആക്ടിൽ തന്നെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു സർക്കുലറും ഇറക്കിയിട്ടുണ്ട്. അതിൽ TDS പിടിക്കേണ്ട എന്ന് പറഞ്ഞു, ടാക്സ് പിടിക്കേണ്ട ആവശ്യമില്ല, കോമ്പൻസേഷൻ കൊടുക്കുമ്പോൾ ടാക്സ് പിടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു സർക്കുലറും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയിട്ടുണ്ട്.